ഹലോ. പീരിയഡ്സ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഏറ്റവും ഫസ്റ്റ് ആയിട്ട് മനസ്സിലേക്ക് വരുന്ന കാര്യം പീരിയഡ് പെയിൻ ആണല്ലേ. അതായത് ആ ഒരു പെയിൻ എന്ന് പറയുന്നത് നമുക്ക് തരണം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാടെന്ന് പറയുന്നത് വളരെ വലിയൊരു പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ടിപ്പ് പറഞ്ഞു തരട്ടെ. ഈ ഒരു പീരിയഡ് പെയിനിന് എനിക്ക് പേഴ്സണലി ഞാൻ ചെയ്ത് എനിക്ക് 100% റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ് എനിക്കൊന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നിയത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ ഒരു പെയിനിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടാവും, പെയിൻ സഹിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റം വരാൻ സാധിക്കും. അതായത് ഓപ്പൺ പ്രയർ. വെറുതെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഓപ്പൺ പ്രയറിനെ പറ്റിയിട്ട്. അപ്പൊ ഈ ഓപ്പൺ പ്രയർ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് പറയാൻ വാക്കില്ല. എൻ്റെ ആ പെയിൻ അവിടെ നിന്നും, അതായത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് വളരെ പെയിൻ വന്നു. പീരിയഡ്സിന് മുൻപുണ്ടാകുന്നൊരു പെയിൻ ഉണ്ട്, അത് ലേഡീസിന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആ പെയിനിലൂടെ പോകുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, വണ്ടിയിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഹസ്ബൻഡ് എന്തെന്ന് വെച്ചാൽ മരുന്ന് മേടിക്കാന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി നിർത്തി നമുക്ക് മെഡിസിൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഈ മസിൽ ക്രാംസിനുള്ള എന്തോ മെഡിസിൻ മേടിക്കാൻ മെഡിക്കൽ സ്റ്റോർ കയറി. അപ്പൊ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ എസ് എ ബ്രെയിൻ ആൻഡ് മൈൻഡ് പീക്ക് പെർഫോമൻസ് കോച്ച് ആൻഡ് വെൽനസ് കോച്ച്, എനിക്ക് അറിയാം ഓപ്പൺ പ്രയറിനെ പറ്റി, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രയർ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഞാൻ വയറ്റിലേനെ കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു എന്ന ഫീലിങ്ങോട് കൂടി ഞാൻ എൻ്റെ വയറിൽ കൈ വെച്ച് നല്ല രീതിയിൽ ഒരു 10 പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പെയിൻ പോയി. ഞാൻ ആ മെഡിസിൻ കഴിച്ചില്ല, എൻ്റെ പെയിൻ കംപ്ലീറ്റ്ലി പോയി. ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യമായിരുന്നു അത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ പീരിയഡ് പെയിനിലൂടെ പോവുകയാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ കേട്ടോ. വയറിൽ കൈ വെച്ചിട്ട് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു എന്ന ഫീലിങ്ങോട് കൂടി, ഓരോ വേർഡ്സിന്റെ ഫീലിങ്ങോട് കൂടി നിങ്ങൾ നിങ്ങളുടെ വയറ്റിലെ കൈ വെച്ച് ഒന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം അനുഭവിക്കാൻ പറ്റും. ആൻഡ് ഇത് മാത്രമല്ല, ഞാനൊരു വട്ടം ഇങ്ങനെ ഒരു പാല് രാത്രി കുടിച്ചപ്പോൾ രാവിലെ എനിക്ക് വയറിൽ ഇങ്ങനെ ഒരു സൂചി കുത്തുന്ന പോലെ നമുക്ക് ഉണ്ടാവും, ഗ്യാസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്. അപ്പൊ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വയറിൽ കൈവച്ചിട്ട് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് യു എന്ന ഫീലിങ്ങോടുകൂടി പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം എനിക്കൊരു 5 or 6 ടൈംസേ പറഞ്ഞിട്ടുള്ളൂ. സ്വിച്ച് ഓൺ ആക്കി നമ്മൾ ഇടുമല്ലോ, ആ ഒരു സ്പീഡിൽ ആ പെയിൻ നിന്നു. അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഷുവർ ആണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നുള്ളത്. എന്റെ ലൈഫിൽ ഞാൻ റിസൾട്ട് ഞെട്ടിപ്പോയൊരു സംഭവമാണിത്. അപ്പോൾ ഇന്ന് തന്നെ പീരിയഡ്സ് പെയിനിലൂടെ പോകുന്നവരും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബോഡി പെയിനിലൂടെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒരു ഇഷ്യൂ കേട്ടോ, ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും.